മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഗോളം എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഗോളം എന്ന സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ റിവ്യൂയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തിന്റെ നിഗൂഢതയും ആകാംക്ഷയും അനുഭവിക്കുന്നതാണ് ഗോളം എന്ന സിനിമ. സിനിമയുടെ ജോണറിനോട് 100% നീതി പുലർത്തുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് ഗോളം എന്ന ഈ സിനിമ. ആക്ഷനോ മറ്റ് മാസ് രംഗങ്ങൾക്കോ ചിത്രത്തിൽ അമിത പ്രാധാന്യം നൽകാതെ പ്രമേയത്തിന്റെ കഥാഗതിയിൽ വിശ്വാസമർപ്പിക്കുന്നതാണ് ഗോളം എന്ന സിനിമയുടെ പ്രത്യേകത. തിയേറ്ററിൽ കണ്ട് അനുഭവിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ഗോളം എന്ന സിനിമ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി എന്ന് നമുക്ക് പറയാം. ഇന്റർനാഷണൽ കമ്പനിയുടെ MD-യെ ഓഫീസിലെ വാഷ്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. മന്ത്രിയടക്കമുള്ള പ്രമുഖരുമായി MD-ക്ക് അടുപ്പമുണ്ട്. അതിനാൽ അന്വേഷണത്തിനായി ASP സന്ദീപിനെ നിയോഗിക്കുന്നു. ഐസക് ജോൺ എന്ന MD-യുടെ മരണത്തിന്റെ ദുരൂഹതകളഴിക്കുന്ന SP-യുടെ നടപടികളാണ് ഗോളം എന്ന സിനിമയെ ഉദ്യോഗജനകമാക്കുന്നത്. കമ്പനിയിലെ സ്റ്റാഫിനെ ഓരോരുത്തരെയായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ MD ഐസക്കിൻ്റേത് സാധാരണ മരണമാണ് എന്ന് സന്ദീപിനോടൊപ്പമുള്ള CI റഹീം അടക്കമുള്ളവർ പറയുകയും ചെയ്തു. പക്ഷേ നിരവധി ദുരൂഹമായ കൊലപാതക കേസുകൾ തെളിയിച്ച സന്ദീപ് അത് ചെവിക്കൊള്ളുന്നില്ല. എങ്ങനെയാണ് MD ഐസക്കിന്റെ മരണം കൊലപാതകമാണെന്ന് SP തെളിയിക്കുന്നത് എന്നതാണ് സസ്പെൻസ്. സംഭാഷണങ്ങളിലടക്കം മാസ് കാണിക്കുകയോ ആക്ഷൻ രംഗങ്ങളിൽ ത്രസിപ്പിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ല സന്ദീപ്. മറിച്ച് ബുദ്ധിപരമായ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളുമായി അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി കേസിന്റെ മറുപുറങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് SP സന്ദീപ്. അതാണ് ഗോളത്തിന്റെ ത്രില്ലിംഗായ കാഴ്ചാനുഭവം. കറങ്ങിത്തിരിയുന്ന അന്വേഷണങ്ങളിൽ ഉദ്യോഗജനകമായി വഴിത്തിരിവുകളിലൂടെ ചിത്രം നീങ്ങുന്നു. ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നവാഗതനായ സംജാദാണ്. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ സിനിമയിൽ തന്നെ അദ്ദേഹം ഞെട്ടിച്ചിരിക്കുകയാണ്. സംവിധായകനൊപ്പം പ്രവീൺ വിശ്വനാഥും തിരക്കഥയിൽ പങ്കുചേർന്നപ്പോൾ മികച്ച ഒരു ത്രില്ലിംഗ് അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. യുവനടൻ രഞ്ജിത്ത് സജീവാണ് ചിത്രത്തിൽ നായകനായ SP സന്ദീപായി എത്തിയിരിക്കുന്നത്. വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. പക്വതയോടെയാണ് സന്ദീപായി രഞ്ജിത്ത് പകർന്നാടിയിരിക്കുന്നത്. IPSകാരൻ്റെ ഭാവം രഞ്ജിത്തിൽ കൃത്യമായി ചിത്രത്തിൽ പ്രകടമാകുന്നുണ്ട്. കേവലം ഒരു മുറിയിലാണ് ഏറിയ ഭാഗവും ചിത്രീകരിക്കുന്നതെങ്കിലും വിരസതയുണ്ടാക്കാത്ത ഒന്നാണ് ഛായാഗ്രഹണം. വിജയ് ആണ് ഛായാഗ്രഹകൻ. കൂടാതെ ഈ ഒരു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എഡിറ്റിങ്ങും എല്ലാം വളരെ മികച്ചതായിട്ട് തന്നെ അനുഭവപ്പെട്ടു. ദിലീഷ് പോത്തൻ, സിദ്ദിഖ് എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സണ്ണി വെയിൻ, അലൻസിയർ തുടങ്ങിയ നിരവധി താരങ്ങളും അണിനിരക്കുന്നുണ്ട്. മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ചിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഗോളവും ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഗോളത്തിനായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുമുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ YouTube ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.